ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുടമാളൂരുള്ള റെയിൻ ഫോറസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ കൃത്രിമമായിട്ട് മഴ പെയ്യുന്ന പ്രകൃതി ഇന്ന് ആ കാഴ്ചയിലേക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. കോട്ടയം കുടമാളൂരുള്ള ആയുർ കൗണ്ടി റിസോർട്ടായ റെയിൻ ഫോറസ്റ്റ് ആണിത്. ഈ റിസോർട്ടിൻ്റെ തന്നെ ബാക്ക് വശത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഗ്യാലറിയാണ്. അതിമനോഹരമായ ഇരിപ്പിടങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള ഒരു കോട്ടേജാണ്. കഴിക്കുവാനുള്ള അറേഞ്ച്മെൻറ്റ്സിനായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന മെസ്സാണ്. ഇൻറ്റീരിയർ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് നയന മനോഹരമാണ്. കാരണം ഈ മേശയൊക്കെ ആണെങ്കിലും തേക്കിൻ്റെയൊക്കെ വേരുഭാഗം, ആ വേരുഭാഗത്ത് നിന്ന് ഒറ്റ പലക വെച്ച് മാത്രം പണിതിരിക്കുന്നതാണ്. അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൂടുതലും എനിക്ക് തോന്നുന്നത് ഈട്ടി അങ്ങനെയുള്ള തടികളിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഒതൻറ്റിക് സ്പൈസസ് ആണ്. അതെങ്ങനെയാണോ ഉണ്ടാക്കിയതെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ചിക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം മെസ്സിലൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളായിട്ട് അവിടെ ചിരവയും പഴയ മോഡൽ കാര്യങ്ങളെല്ലാം ഈ ഇൻറ്റീരിയറിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ പറയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടങ്ങളും അതേപോലെ തന്നെ മഴയുടെ വകഭേദങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മരങ്ങളിലൂടെ എല്ലാം ഓരോ ചെറിയ ട്യൂബ് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം, ഈ മഞ്ഞ്, മിസ്റ്റ് ഇതെല്ലാം വരുന്നത് അവർ കൃത്രിമമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പം വർഷത്തിൽ 365 ദിവസവും കൃത്രിമമായിട്ട് മഴ പെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു കെട്ടുവെള്ളം ഉണ്ടായിരുന്നു. ഈ കാണുന്ന ആ കെട്ടുവെള്ളമാണ്. കഴിഞ്ഞ പ്രളയത്തോടു കൂടി ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിരുന്നു. അപ്പം അതിൻ്റെ മിനുക്കുപണികളും പൂർത്തിയാക്കി ബാക്കി അത് വീണ്ടും സജീവമാക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. കാരണം നവംബറിലാണ് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒത്തിരി ബുക്കിങ്ങും ഒരുപാട് സ്ഥലത്തു നിന്നുമൊക്കെ ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ നാനാ ഭാഗത്തു നിന്നും ഇപ്പോൾ ആളുകൾ വന്ന് തുടങ്ങി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും വെള്ളം ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇവർ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അതുമൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനുശേഷമേ അവർ സ്വിമ്മിംഗ് പൂളിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും ഇറക്കത്തുള്ളൂ. ഇത് ഇവരുടെ കിച്ചണാണ്. ഈ കിച്ചണൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടും വൃത്തിയോടും വളരെ നീറ്റായിട്ടാണ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് മാക്സിമം ഇവിടുത്തെ വ്യൂ പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നേരത്തെ കണ്ട ആ ഗ്യാലറിയുടെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്കാണ്. ഒരു വൈഡ് ആംഗിളിൽ നിന്ന് നമ്മൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ വശ്യ സൗന്ദര്യം ഈ കോട്ടേജുകളിലൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനാവും. ഇതിൻ്റെ കുറച്ചുകൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നേരത്തെ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പുതിയ കാഴ്ചക്കാർക്ക് നിങ്ങൾക്ക് കാണാനാവും. ഇത് വൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഇവരുടെ വേറൊരു കെട്ടിടത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രോഗ്രാം പ്രൊജക്ടറൊക്കെ വെച്ച് സ്ക്രീനിലും അവിടെ പരിപാടി അവതരിപ്പിക്കാനും ഒക്കെയുള്ള വേദിയുമുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാഴ്ചകൾ കണ്ട് ഫുഡ് കഴിച്ച് ചെറിയ ഡ്രിങ്ക്സൊക്കെ ആയിട്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. ഇപ്പം ഇത് ഇവിടെ മിസ്റ്റും മഴയുടെ വകഭേദങ്ങളെല്ലാം കൂടെ വരുന്ന ഒരു സമയമാണ്. ഇത് കൃത്യമായിട്ട് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത്ര സമയത്തേക്ക് അത് നിൽക്കും. ഇത് കോട്ടേജിൻ്റെ അകമാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മറ്റ് എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയാൽ കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഓരോ ഗുഹ, ഇതിൻ്റെ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ മേളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അതുപോലെ വെള്ളം വീഴുന്ന ഭാഗം, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട്, അപ്പോൾ കുറച്ച് പുതിയ കാഴ്ചക്കാർക്ക് ഒന്നുകൂടെ മനസ്സിലാകാനാണ് വീണ്ടും ഇടയ്ക്ക് ഈ ഒരു ക്ലിപ്പൊക്കെ ഇടുന്നത്. എവിടെ വേണേലും പോയി ഇരിക്കാം. അപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലങ്ങൾക്ക് അത്രയും മനോഹാരിത കൊടുക്കാനായിട്ട് അവർ ഓരോ രീതിയിൽ അത് പണിത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏറ്റവും മേളിൽ, അതായത് നമ്മൾ കയറി വരുന്ന പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ഒരു കെട്ടിടമുണ്ട്. അപ്പോൾ അവിടെ വരുന്നൊരു സെക്ഷനാണ്. പിന്നെ ഈ ഭാഗമൊക്കെ നാലുകെട്ടും അതേപോലെ തന്നെ ഈ കോട്ടേജ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. എല്ലാം എന്താ പറയുക, ഇവിടെ ഒരു നമ്മൾ ലക്ഷറി ഹോട്ടൽ അല്ലെങ്കിൽ മറ്റ് റിസോർട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രം മുതൽ മുടക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ചിലവേ വരുന്നുള്ളൂ. ഇവിടേക്ക് വന്നാൽ നമ്മളൊരു കാട്ടിലേക്ക് അല്ലെങ്കിൽ ഫോറസ്റ്റിലേക്ക് പോകുന്ന ആ ഒരു ഫീല് നിങ്ങൾക്ക് 100% ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഗുണമെന്ന് പറയുന്നത്. വളരെ കാലപ്പഴക്കം ചെന്നൊരു ഈട്ടിമരമാണ്. പിന്നെ അവിടെ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട്. ഇവരെ രാവിലത്തെ ഒരു ഡ്രിങ്ക്സ് സ്റ്റാർ ഫ്രൂട്ട്സ് ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഇഞ്ചിയും വേറെ എന്തൊക്കെ ഒരു കണ്ടൻസ് ഇട്ട് ഒരു ഡയറ്റിങ് അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിനൊക്കെ രക്തം ശുദ്ധീകരിക്കാൻ നല്ലതാണെന്നും പറഞ്ഞ ആ ഒരു രീതിക്ക് അവർ ഈ ഒരു ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്കൊക്കെ കയറിപ്പോകുന്ന ഒരു പടവുകളാണ്. ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഇതിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു എപ്പിസോഡോട് കൂടി നമ്മുടെ ഈ റെയിൻ ഫോറസ്റ്റ് എന്നുള്ള ആ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താം എന്ന പ്രതീക്ഷയോടുകൂടി താൽക്കാലികമായി ഗുഡ് ബൈ പറയുകയാണ്.